മാട്ടൂൽ CH മുഹമ്മദ് കോയ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി സംസ്ഥാന സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,90,00,000 രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ ഉദ്ഘാടനം ചെയ്ത് 1.5 വർഷം കഴിഞ്ഞിട്ടും ക്ലാസുകൾ ആരംഭിച്ചിട്ടില്ല. കുട്ടികൾ നിലവിൽ പഠിക്കുന്നത് പൊട്ടിപ്പൊളിഞ്ഞ ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിലാണ്. തീരദേശ മേഖലയിലെ 1000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് മാട്ടൂൽ CHMKS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. നിലവിൽ ഹൈസ്കൂൾ വിഭാഗവും ഓഫീസും പ്രവർത്തിക്കുന്നത് ഓടുമേഞ്ഞ പഴയ കെട്ടിടത്തിലാണ്. പൊട്ടിപ്പൊളിഞ്ഞ മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന ചുമരുകൾ വിണ്ടുകീറിയ കെട്ടിടത്തിൽ ഇരുന്നാണ് കുട്ടികൾ പഠിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യപ്രകാരമാണ് സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 നില കെട്ടിടം ഒരുക്കിയത്. 20 ക്ലാസ് മുറികളുള്ള കെട്ടിടത്തിൽ മറ്റെല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 2024 ഒക്ടോബറിൽ സർക്കാരിന്റെ 100 ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും കെട്ടിടത്തിന് അനുമതി ലഭിച്ചിട്ടില്ലെന്നാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പറയുന്നത്. 3 നില കെട്ടിടത്തിൽ ലിഫ്റ്റ് ഇല്ലാത്തതിനാലാണ് അനുമതി ലഭിക്കാത്തത്. കെട്ടിടത്തിനായി ഫണ്ട് അനുവദിച്ചപ്പോൾ ലിഫ്റ്റിനായി തുക അനുവദിച്ചിരുന്നില്ല. പുതുതായി ലിഫ്റ്റ് ഇനി നിർമ്മിക്കണമെങ്കിൽ 30 ലക്ഷത്തോളം രൂപ ചിലവ് വരും. കൂടാതെ ഒരു ലിഫ്റ്റ് ടെക്നീഷ്യനെ നിയമിക്കുകയും വേണം. ഇതിനായി ബന്ധപ്പെട്ട അധികൃതർക്കോ PTA-ക്കോ ഭാരിച്ച തുക കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥയാണ്. അഭിമാനകരമായ ഒരു ബിൽഡിംഗ് തന്നെയാണ് നമ്മുടെ മാട്ടൂൽ CH മുഹമ്മദ് ഹൈസ്കൂളിന് കിട്ടിയിട്ടുള്ളത്. അതിലേറെ നാട്ടുകാരൻ എന്ന രീതിയിൽ ഞാൻ അഭിമാനിക്കുന്നു. പക്ഷേ അതൊക്കെ ഒരു നോക്കുകുത്തി എന്ന രീതിയിൽ ഇപ്പം മുഖ്യമന്ത്രി ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം 1.5 വർഷത്തോളമായി കുട്ടികൾ ഏറെ പ്രതീക്ഷയോടെയാണ് അതിനെ നോക്കി കാണുന്നത്. കുട്ടികളും അതോടൊപ്പം അവരെ വളർത്തുന്ന രക്ഷിതാക്കളും ടീച്ചേഴ്സും എല്ലാം ഈ സ്കൂളിനെ നോക്കി കാണുന്നത് വളരെ പ്രതീക്ഷയോടെയാണ്. പക്ഷേ അതൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് എല്ലാം ഒരു മ്യൂസിയം പോലെ അല്ലെങ്കിൽ ഒരു കാറ്റിപ്പറക്കുന്ന രീതിയിലേക്ക് നിയമവ്യവസ്ഥ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ് കുട്ടികൾക്ക് കൃത്യമായ രീതിയിൽ ആ സ്കൂൾ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തത്. മന്ത്രി ശിവൻകുട്ടി സാറിനോട് നമ്മൾ CHMKS സ്കൂളിലത്തെ വിദ്യാർത്ഥികളുടെ അപേക്ഷയാണ് എത്രയും പെട്ടെന്ന് ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് ക്ലാസ്സുകളെല്ലാം മാറാൻ. പിന്നെ നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞൊരു കെട്ടിടത്തിലാണ് പഠിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിർത്തേക്ക് മാറ്റി തന്നാൽ. മഴക്കാലത്തെല്ലാം വെള്ളം നല്ലോണം ചോരുന്നുണ്ട്. 23-ലാണ് ഈ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടക്കുന്നത്. അത് കഴിഞ്ഞ് 1.5 വർഷത്തിനുള്ളിൽ ബിൽഡിംഗ് പൂർത്തിയായി. 2024 ഒക്ടോബർ 5-ന് മുഖ്യമന്ത്രി ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്തതാണ്. ഇതുവരെ ഉദ്ഘാടനം ചെയ്തല്ലാണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് ക്ലാസ് തുടങ്ങാനോ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒക്യുപ്പൻസിയും മറ്റ് നമ്പറും ചെയ്തു തരണമെന്ന് ഈ അവസരത്തിൽ PTA പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇതിനുവേണ്ടി അഘോരാർത്ഥം ഏറ്റവും കൂടുതൽ ഇതിന് കഷ്ടപ്പെട്ട നമ്മളെ MLA ആണ്. MLA കുട്ടികൾക്ക് വേണ്ട എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ പറയുന്ന ഒരു ലിഫ്റ്റിൻ്റെ കാര്യം ഇതുവരെ പറയുന്നത് ഇതുവരെയായിട്ട് ലിഫ്റ്റ് വെക്കാത്ത നമ്മളീ പ്ലാനോ കാര്യം നമ്മളാരും കണ്ടതല്ല. വരുന്ന അധ്യയന വർഷത്തിലെങ്കിലും പുതിയ കെട്ടിടത്തിൽ പഠനം നടത്താനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികളുള്ളത്. അതിനായി അധികൃതരുടെ അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.